ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി വീണ്ടും നമുക്കായിരിക്കാൻ ദൈവം തന്ന വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ 13 അധ്യായം ആണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 വരെയുള്ള വാക്യങ്ങളായിരുന്നു പഠിച്ചത്. 12 അധ്യായത്തിന്റെ അവസാന ഭാഗവും 13 അധ്യായത്തിന്റെ 3 വരെയുള്ള വാക്യങ്ങളും നമ്മൾ പഠിച്ചു. 13 അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ കാണുന്നു. ഇനിയും പൗലോസ് പറയുകയാണ് കൊരിന്ത്യരോട്, 3-ാം പ്രാവശ്യം ഇനി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. പല പ്രാവശ്യം 2 പ്രാവശ്യം ഇതിനു മുമ്പ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പോയിരുന്നു. അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ അറിഞ്ഞു. 2-ാമത്തെ പ്രാവശ്യം പോയപ്പോൾ പൗലോസ് അപ്പോസ്തലന് വളരെ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായി. ഇനി അതുപോലെ താൻ ദുഃഖിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അവരോടുകൂടെ താൻ പോകുമ്പോൾ അവരെ ഇനി കാണുമ്പോൾ താൻ സന്തോഷവാനായിട്ടിരിക്കുവാനും അതുപോലെ തന്നെ അവരാൽ സന്തോഷം അനുഭവിപ്പാനും 2 സൈഡിൽ നിന്നും സന്തോഷത്തോടു കൂടെ ഇരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് പൗലോസ് പറഞ്ഞു. അതിനു മുമ്പായിട്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി, തങ്ങൾ ഏതിൽ നിന്ന് തെറ്റിയോ അതിൽ നിന്നൊക്കെ തിരിച്ചു വരുവാനായിട്ട് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ ലെറ്റർ എഴുതുന്നത്. അപ്പം പറയുകയാണ്, ഇനി 3-ാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കും. ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നുകൊണ്ട് ആ പാപം ചെയ്ത് എല്ലാവരോടും കൂടെ മുൻകൂട്ടി പറയുന്നു, ഞാൻ ഇനി വന്നാൽ ക്ഷമിക്കുകയില്ല. നിങ്ങൾ പറയുകയാണ്, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്ന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നു എന്ന് പറയുന്നു, നിങ്ങൾ പ്രൂഫ് അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 4-ാമത്തെ വാക്യം, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. POC ബൈബിള്. അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു, എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ്, എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പം പൗലോസ് അപ്പോസ്തലൻ നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ കണ്ടു, വളരെ സൗമ്യതയോടും താഴ്മയോടുമാണ് അവർക്ക് എഴുതുന്നത്, അല്ലെ അവരോട് സംസാരിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പക്ഷെ ഇവിടെ അവർ പറയുകയാണ്, ക്രിസ്തു പൗലോസ് അപ്പോസ്തലനോട് സംസാരിക്കുന്നു എന്നതിന് വേണ്ടി തുമ്പ് അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസ് പറഞ്ഞു, ഞാൻ അപ്പോസ്തലന്റെ അധികാരവും ശക്തിയൊന്നും നിങ്ങളുടെ ഇടയിൽ പ്രയോഗിക്കുന്നില്ല. ഞാൻ ഒരു ആത്മീക മക്കളെ പോലെ എന്നതുപോലെ തന്നെ മക്കളോട് ഇടപെടുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പൊ അങ്ങനെ സൗമ്യതയോടും താഴ്മയോടും കൂടെ പൗലോസ് അപ്പോസ്തലൻ അവരോട് സംസാരിച്ചവർക്ക് വലുതായിട്ട് പിടിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഇനി ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ക്രിസ്തുവിന്റെ ശക്തി അവർ മനസ്സിലാക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പറയുന്നു, ക്രിസ്തു ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും. ഞാനിപ്പം സൗമ്യതയോടും താഴ്മയോടും കൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ബലഹീനനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ സംബന്ധിച്ചും എല്ലാവരും പറയുന്നേ, ക്രിസ്തു ബലഹീനനായാണ് ക്രൂശിൽ മരിച്ചത് എന്നല്ല പറയുന്നേ, ബലഹീനനായ ഒരു ക്രിസ്തു, തന്നെത്താൻ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ക്രിസ്തു എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, എന്നാൽ ക്രിസ്തു, നിങ്ങൾക്ക് തോന്നുമായിരിക്കും ക്രിസ്തു ബലഹീനാണ്, ഞാൻ ബലഹീനാണ്, എന്നാൽ ക്രിസ്തു പുനരുത്ഥാന ശക്തിയിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്ന തെളിവാണ് ഞങ്ങൾ, അല്ലെ. അപ്പൊ നമ്മൾക്കറിയാം, ഒരു ശുശ്രൂഷകനിലൂടെ, ഒരു ദൈവപൈതലിലൂടെയാണ് ക്രിസ്തു സംസാരിക്കുന്നത്. ഇക്കാലത്ത് ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് സംസാരിക്കുകയൊന്നുമില്ല. ദൈവത്തിന്റെ വചനം ശക്തിയോടെ സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുമ്പോൾ, ആ ഓപ്പോസിറ്റിലിരിക്കുന്ന ആൾ ആരാണോ, കേൾക്കുന്ന ആരാണോ, അവരിൽ ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഇന്നും ക്രിസ്തു പുനരുത്ഥാന ശക്തിയാൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് പറയുന്നത്, ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നു. അപ്പം പൗലോസ് പറയുക,
ഞാന് ഇനി നിങ്ങളുടെ അടുക്കൽ വരും. ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ അധികാരമൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോസ്തലന്റെ വലിയ അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ അതൊന്നും ഉപയോഗിച്ചില്ല. സൗമ്യതയോടും താഴ്മയോടും നിങ്ങളുടെ അടുത്ത് വന്ന ഇപ്പോൾ ഞാൻ ഇങ്ങനെ കർക്കശമായിട്ട് ലെറ്റർ എഴുതുന്നത് എന്തിനാ? നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇനിയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ വടിയോട് കൂടെയോ സൗമ്യതയോടോ സ്നേഹത്തിന്റെ ആത്മാവിലോ നിങ്ങളുടെ അടുക്കൽ വരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അപ്പം പൗലോസ് നീ അങ്ങനെ വരുവാനായിട്ടായി എപ്പോഴും ആഗ്രഹിക്കുന്നത്, സൗമ്യതയോടും താഴ്മയോടും. പക്ഷെ അതവർക്ക് ആ സൗമ്യതയും താഴ്മയും ഒന്നും അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അല്ലെ. അപ്പം പൗലോസിനോട് 10-ാം അധ്യായത്തിൽ പറയുന്നത്, ദൂരത്തിരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ഭയങ്കര സിംഹത്തെ പോലെ ഗർജിക്കുന്നവനാ, അടുക്കെ ഉള്ളപ്പം താഴ്മ ധരിച്ചിരിക്കുക, അല്ലെങ്കിൽ താഴ്മ അഭിനയിക്കുക എന്നൊക്കെയാ പറഞ്ഞല്ലേ. അപ്പം പൗലോസ് പറയുകയാണ്, ഇനി നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ ഇനിയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ആ രീതിയിലായിരിക്കില്ല. ഞാൻ ഖണ്ഡിതം പ്രയോഗിക്കും, എന്റെ വാക്കുകൾ ഷാർപ്പായിരിക്കും അല്ലെങ്കിൽ ഹാർഷ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കറിയാം 1 കൊരിന്ത്യർ 4:19-20 വായിക്കുമ്പോൾ പറയുന്നുണ്ട്, ആ ഒരു കുറെ ആൾക്കാർ അവിടെ ചേർത്തിരിക്കുകയാണ്. അവര് പറയുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾക്കൊന്നും ഒരു ശക്തിയൊന്നുമില്ല. എല്ലാം അവരുടെ വാക്കിലാണ് ശക്തി എന്ന് പറയുന്നുണ്ട്. 19 നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 4:19. കർത്താവിന് ഇഷ്ടമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല, ശക്തി തന്നെ കണ്ടറിയും. ഇപ്പൊ പഫ്ഡപ്പ് ആയിരിക്കുക, അവർക്ക് ബുദ്ധിമുണ്ട്, അവർക്ക് ജ്ഞാനമുണ്ട്, അവര് സമ്പന്നരാണ്, അവർക്ക് എല്ലാ കാര്യങ്ങളിലും അവർ ഉന്നതരാണെന്നുള്ള ചിന്തയിൽ അവരിയ്ക്കുക. ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി അങ്ങനെ ഇരിക്കുമ്പോൾ അവര് ചീർത്തിരിക്കുക, അവര് പഫ്ഡപ്പ് ആയിരിക്കുക. പൗലോസ് പറയുക, ഇനി നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, വന്നിട്ട് ആ വചനത്തിന്റെ ശക്തി നിങ്ങൾ കണ്ടറിയും. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്ര ഇരിക്കുന്നത്. ഇതിനെ കാലത്ത് പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ദുർഭാഗ്യാനം ചെയ്യുന്നവർ ഒത്തിരിയുണ്ട്. ദൈവവചന ശക്തിയിലാണ് എന്ന വാക്കിൽ വചനത്തിലല്ല എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലല്ല എന്ന് പറയുന്നവരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണെന്ന് പറയുന്നവരുണ്ട്. അതല്ല ശരിയെന്ന് പറയുന്ന ആ വാക്കെന്ന് പറയുന്ന അവരുടെ വചനം, അവരുടെ വാക്കുകൾ, ആ മനുഷ്യന്റെ വാക്കുകൾ മുന്നിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളെല്ലാം ചേർത്തിരിക്കുക, നിങ്ങൾ പഫ്ഡപ്പ് ആയിരിക്കുക, നിങ്ങൾ വാചാലരായിരിക്കുക, നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങൾ ജ്ഞാനികളെന്ന് വിചാരിച്ചിരിക്കുക, നിങ്ങളുടെ വാക്കുകളിലല്ല ആ ദൈവത്തിന്റെ ശക്തിയിൽ അത്രേ ആകുന്നു എന്ന് പറയാം. നിങ്ങളുടെ വാക്കുകളെല്ലാം, അവരുടെ വാക്കുകളല്ല, ദൈവത്തിന്റെ യഥാർത്ഥ ശക്തി നിങ്ങൾ കണ്ടറിയുമെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിലൂടെ ദൈവ ശുശ്രൂഷകന്മാർ അല്ലെങ്കിൽ വചനം സംസാരിക്കുങ്ങൾ പറയുമ്പോൾ അതിലാണ് ശക്തി വെളിപ്പെടുന്നത്. വചനത്തിലൂടെയാണ് ശക്തിയുള്ളത്, നമ്മളുടെ വാക്കുകൾക്കല്ല, ദൈവത്തിന്റെ വചനത്തിലാണ് ശക്തി. അപ്പം പൗലോസ് പറയുകയാണ്, താൻ വന്ന ദൈവവചനം സംസാരിക്കുമ്പോൾ, ക്രിസ്തു തന്നിലൂടെ സംസാരിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ അശുദ്ധികൾ വെളിപ്പെടുവാനും ആ അശുദ്ധികളെല്ലാം പുറത്തു വരുവാനും നിങ്ങൾ യഥാസ്ഥാനപ്പെടുവാനും ഇടയായിത്തീരും. ഇപ്പം ദൈവരാജ്യം, ദൈവവചനം സംസാരിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. മനുഷ്യരുടെ വാക്കിന് ശക്തിയില്ല, ദൈവത്തിന്റെ വചനം ജീവനും ശക്തിയുള്ളതാണ്. അതിന്റെ പ്രവൃത്തി ചെയ്യാതെ ദൈവം പറയുന്നുണ്ട്, എന്റെ വചനങ്ങൾ, ഞാൻ പുറപ്പെടുവിക്കുന്ന വചനങ്ങൾ എന്റെ ആ പ്രവൃത്തി, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തി ചെയ്യാതെ തിരിച്ചു വരികയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓരോ വാക്കും ദൈവവചനം പറയുമ്പോൾ ദൈവം എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം സാധിക്കും. കാരണം മനുഷ്യന്റെ വാക്കിനല്ല ശക്തി, ദൈവത്തിന്റെ വചനത്തിനാണ് ശക്തി. ഇരുവായത്തിലുള്ള വാളിനേക്കാളും, ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളതാവും ദൈവത്തിന്റെ വചനം ശക്തി. അത് ജീവനും ചൈതന്യവും നൽകുന്നത്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മളെ സൗഖ്യനാക്കുന്നത്, നമുക്ക് ആശ്വാസം പകരുന്ന, സമാധാനം പകരുന്നതാ ഈ ലോകത്തിൽ ദൈവത്തിന്റെ വചനത്തിന് ഭയങ്കര ശക്തി. ദൈവത്തോളം ശക്തിയുള്ള വചനം, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം ദൈവം നമ്മൾക്കും തന്നതിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യാം. അവര് പൗലോസ് അപ്പോസ്തലനെ നോക്കുന്നത് ലോകത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിനാലാണ്. 1 കൊരിന്ത്യർ 1:17 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ, 29 വരെയുള്ള വാക്യങ്ങൾ അത് തന്നെയാണ് പറയുന്നത്. അവര് ജ്ഞാനം അന്വേഷിക്കുക, അവര് ജ്ഞാനികളാണെന്ന് പറയുക ചെയ്യുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈ ലോകത്തിന്റെ ജ്ഞാനം എല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭോഷത്വമാണ് എന്ന് പറയുന്നു. ഞാന് അവസാനത്തെ സമയമില്ല നമുക്ക്, അതുകൊണ്ട് ഇന്ന് ഈ അധ്യായം തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ മാത്രം വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 1:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ.
ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവത്തിന്റെ ഭോഷത്വം, നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം പഠിച്ച ദൈവത്തിന് ഭോഷത്വം ഉണ്ടോ? ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതാന്ന് പറയുന്നു. അപ്പൊ ദൈവത്തിൽ ഭോഷത്വം ഇല്ലേ ഇല്ല, അല്ലേ? അങ്ങനെ ഒന്നും ഉണ്ടായാൽ തന്നെ അത് മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ വലുതാണ് എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ഭോഷത്വമേ ഇല്ല. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായാൽ തന്നെ, അങ്ങനെ ഇല്ല, പക്ഷെ അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകും. ദൈവത്തിന് ബലഹീനതയില്ല. അതിശക്തനാണ്, ബലവാനാണ്. അങ്ങനെ ഒരു സംഭവമേ ദൈവത്തിനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യരെക്കാൾ ബലമേറിയതുമാണ്. കർത്താവിന്റെ ബലഹീനത എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം മാത്രമാ. ദൈവം നമ്മോട് തോന്നിയ കരുണയും കൃപയും മാത്രമാ. ദൈവത്തിന്റെ സ്നേഹത്താൽ നമ്മെ വീണ്ടെടുത്തു. ആ ബലഹീനത മാത്രമേ, സ്നേഹമെന്ന ബലഹീനത മാത്രമേ ദൈവത്തിനുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 26-ാമത്തെ വാക്യം, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. ഇതിന്റെ അർത്ഥം എല്ലാം നമുക്കറിയാം. വല്ലപ്പോഴും ഇതൊക്കെ ഒന്ന് വായിക്കണം, നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. താഴോട്ട് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരാണെന്ന് അറിയാം, അല്ലെ? അത് നമ്മളെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ശോധന ചെയ്യുന്നതിന് വേണ്ടി ഈ വാക്യം ഇടയ്ക്കൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം അവിടെ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിന്റെ നിലപാടുകൾ വെച്ചാണ് നിങ്ങൾ എന്നെ നോക്കുന്നത്. ഈ ലോകത്തിന്റെ നിലപാടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ബലഹീനനാണ്. പക്ഷേ നിങ്ങൾ ജ്ഞാനികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ അതെല്ലാം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ബലഹീനവും നികൃഷ്ടവുമാണ് എന്ന് പോൾ പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് 5-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 5-ാമത്തെ വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങൾ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് പരിശോധിപ്പേൻ. നിങ്ങൾ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവരാണോ എന്ന് നിങ്ങളെ തന്നെ നോക്കുവേൻ. നിങ്ങളൊരു വിശ്വാസിയാണോ എന്ന് നിങ്ങളെ തന്നെ നോക്കുവേൻ. പൗലോസ് നോക്കുമ്പോൾ, നമ്മൾ ഈ കൊരിന്ത്യർ ലേഖനം മുഴുവൻ പഠിച്ചതാ, അല്ലെ? 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ മുഴുവൻ പഠിച്ചതാ. അത് പഠിച്ചപ്പോൾ അവരിലിടയിലുള്ള ഭിന്നതകൾ, അവരിലുള്ള പ്രശ്നങ്ങള്, സഹോദരന്മാരുടെ ഇടയിലുള്ള തർക്കങ്ങള്, അങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ തുറന്നടപ്പ് ഇല്ലാത്ത സംഗതികൾ ഒന്നുമില്ല. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഒരു സഭയില് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നണം, അവരുടെ ആ ഒരു സ്വഭാവം ഒരു വിശ്വാസിക്ക് ചേർന്നതാണോ എന്നല്ലേ? ഓരോ ദിവസവും നമ്മളും ശോധന ചെയ്യേണ്ട കാര്യം ഇതൊക്കെ തന്നെ ആയിരിക്കും, അല്ലേ? റോമാലേഖനം പറയുന്നുണ്ട്, റോമാലേഖനം പറയുന്നത് അത് തന്നെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. 8-ാം അധ്യായത്തിൽ പറയുന്ന ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളതും ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ എന്ന് പറയുന്നു. 8-ന്റെ 5 ഞാൻ പറഞ്ഞേ. 9-ാമത്തെ വാക്യം, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 14-ാമത്തെ വാക്യം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പം ദൈവാത്മാവ്, ക്രിസ്തു നമ്മളിലൂടെ സംസാരിക്കുമ്പോൾ സത്യം മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ, അല്ലെ? അപ്പം ക്രിസ്തുവിലുള്ളവർ സത്യം സംസാരിക്കുന്നവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. അതൊക്കെയാണ് ഒരു വിശ്വാസിയുടെ ഗുണങ്ങൾ, സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ആത്മാവിന്റെ ഫലം നമ്മൾ പഠിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തില് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, വിശ്വസ്തത, ഇന്ദ്രിയജയം, സൗമ്യത, അങ്ങനെ 9 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടല്ലേ? അപ്പൊ ആ ക്രിസ്തുവിലേക്ക് വന്ന ദിവസം തന്നെ അത് ആയിത്തീരുകയില്ല, അങ്ങനെ ആരുമില്ല. പക്ഷെ ഓരോ ദിവസവും നാം ദൈവവചനം പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലം നമ്മളിൽ നിറയാനായിട്ട് ഇടയായിത്തീരണം. നോക്കിയേ, ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു. പക്ഷെ അവരിലേക്ക് നോക്കിയാൽ ആത്മാവിന്റെ ഫലം എങ്ങനെയുണ്ട്? സഹോദര സ്നേഹമില്ല, തമ്മിൽ ഭിന്നത,
സന്തോഷമില്ല, സമാധാനമില്ല, പിണക്കം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, സൗമ്യതയില്ല, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവിടെ നിറയുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ വരങ്ങളെ കുറിച്ചൊക്കെ, വരങ്ങൾ വേണമെന്നൊക്കെ, നമ്മൾ ആത്മീയ വരങ്ങൾ വേണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമുക്കും പ്രാർത്ഥിക്കാം, ആത്മാവിന്റെ ഫലം നമ്മൾ നിറയ്ക്കണമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിലെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതല്ല, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാ? ഫലം കായ്ക്കാനും അത് നിലനിൽക്കുന്നതായി തീരുവാനുമാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. എത്ര ബൈബിൾ സ്റ്റഡി പഠിച്ചത് കൊണ്ടോ, എത്ര ബൈബിൾ സ്റ്റഡി എടുത്തത് കൊണ്ടോ, എത്ര പ്രസംഗിച്ചത് കൊണ്ടോ ആത്മാവിന്റെ ഫലം നമ്മൾ നിറയണമെന്നില്ല. വചനം അനുസരിച്ച് ജീവിക്കുക, വചനത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ ഇവിടെ ആ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ചേർന്നതല്ല അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അവർ തമ്മിൽ സഹോദര സ്നേഹമില്ല. യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം പറയുന്നു, നാം സഹോദരനെ സ്നേഹിക്കുന്നു എങ്കിൽ നാം സ്നേഹത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് അറിയാം. അവിടെ നോക്കിയാൽ സഹോദര സ്നേഹമില്ല. നമ്മള് 1-ാമത്തെ ലേഖനത്തിൽ കാണുന്നുണ്ട്, സഹോദരന്മാർക്ക് മധ്യേ വ്യവഹാരം ഉണ്ടാകുമ്പോൾ അവര് അവിശ്വാസികളുടെ മുമ്പേ, ആ ഒരു മതകോടതിയിൽ അല്ലാതെ വെളിയിൽ അഭക്തരുടെ മുമ്പേ വ്യവഹാരത്തിന് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലേ. 1 യോഹന്നാൻ 3:14-15. 1 യോഹന്നാൻ 3:14-15. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്ക് അറിയാം. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. യാതൊരു കൊലപാതകനും നിത്യജീവനുള്ളിൽ വസിച്ചിരിക്കുന്നില്ല എന്ന് നിങ്ങൾ അറിയുന്നു. അവർ തമ്മിൽ സഹോസ്നേഹമില്ല. അവര് മരണം വിട്ട് ഇതുവരെ ജീവനിൽ കടന്നിട്ടില്ല, നിത്യജീവനിലെ അവകാശത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ഇടയിലെ ലോകത്തെ ജയിച്ചതായിട്ട് കാണുന്നില്ല, അല്ലെ? ദുർനടപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ലോകത്തെ ജയിക്കുന്നവനാണ് ദൈവത്തിൽ വസിക്കുന്നവൻ എന്ന് പറയുന്നത്. 1 യോഹന്നാൻ 5:4-5. 1 യോഹന്നാൻ 5:4-5. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിച്ചവന്? അപ്പൊ അവിടെയും നിങ്ങൾ ഇതുവരെയും ഈ ലോകത്തെ ജയിച്ചിട്ടില്ല. പൗലോസ് പറയുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഓരോരുത്തന്നെ ആ വൃക്ഷത്തെ അതിന്റെ ഫലത്താൽ തിരിച്ചറിയാമെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പം അവരോട് പറയുക, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ നോക്കുവേൻ. അവരുടെ ഫലം കണ്ടിട്ട് വിശ്വാസിയുടെ ഒരു ജീവിതത്തിന്റെ ഫലമൊന്നും കാണുന്നില്ല, അല്ലെ? നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 7:16-20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 7:16-20 വരെയുള്ള വാക്യങ്ങൾ. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരികളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് കളയുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാം. 21-22. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ ദൈവത്തെ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമുക്ക് അവിടെ കൊണ്ട് നിർത്താം. അപ്പൊ അവിടെ നമ്മൾ പറയുന്ന ആ ഒരു ഫലം കൊണ്ടാണ് മനുഷ്യനെ തിരിച്ചറിയുന്നത്. നാം ദൈവമക്കൾ എന്ന് പറയുകയും ദൈവമക്കൾക്ക് ചേരാത്ത, കർത്താവിന് ചേരാത്ത പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ നമ്മളെ വിശ്വാസി എന്ന് വിളിക്കാനൊക്കെ അല്ലേ? കാണുന്നവരൊക്കെ ക്രിസ്ത്യാനി എന്ന പേരുണ്ടായതുകൊണ്ട്, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ചിലപ്പോൾ ക്രിസ്ത്യാനി എന്ന് വിളിച്ചെന്നിരിക്കാം, അല്ലേ? പക്ഷെ ദൈവത്തിന് മുമ്പിലാണ് നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത്. അപ്പം വിശ്വാസി എന്ന് എൻ്റെ മകനോ മകളോ എന്ന് ദൈവം വിളിക്കുമോ? അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് അവര് സാത്താൻ താനും വിളിച്ച് 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, സാത്താൻ താനും വിളിച്ച ദൂതന്റെ വേഷത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരിലെ ദുരുപദേഷ്ടാക്കന്മാർ, അവരുടെ ഇടയിൽ കടന്നു ദുരുപദേഷ്ടാക്കന്മാർ അവരെ തങ്ങളിലേക്ക് ആകർഷിക്കാനായിട്ട് ഇടയായി തന്നും അവര് അവരുടെ കെണിയിൽ അകപ്പെടുവാനും ഇടയായി തന്നു. അപ്പൊ ലോകത്തിലേക്ക് വീണ്ടും അവർ പോകുന്ന അവസ്ഥയിൽ ആയിത്തീർന്നു. പൗലോസ് അവരോട് പറയാൻ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? നാമും ശോധന ചെയ്യേണ്ട ഇതാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇത്രത്തോളം വചനം പഠിക്കുന്നുണ്ട്. കൊരിന്ത്യ സഭയിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ തന്നെ ചീർത്തു പോകാനായിട്ടല്ല, നമ്മെ തന്നെ
ഒന്ന് ശോധന ചെയ്യുക. വല്ലപ്പോഴും ശോധന ചെയ്താൽ പോരാ, എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിലിരുന്ന് നാം വായിക്കുന്ന വചനം അനുസരിച്ച് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. ആർ വി സ്റ്റിൽ ഇൻ ഫെയ്ത്ത്? നമ്മൾ ഇപ്പോഴും വിശ്വാസത്തിൽ തന്നെയാണോ? ക്രിസ്തു നമ്മൾ ഇപ്പോഴും ഉണ്ടോ? ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മൾ ദൈവത്തിന് ചേരുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുമ്പോൾ കർത്താവ് തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇടയായിത്തീരും. പോകുന്ന പോലും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും അല്ലെ? അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്യുക. നമ്മളെ ദൈവം ഈ ലോകത്തു നിന്ന് തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? ഈ ലോകത്തിൽ കുറച്ചു കാലങ്ങൾ ജീവിച്ച് മരിച്ചു പോകാനായിട്ടല്ല. നമ്മെ ദൈവം വീണ്ടെടുത്ത് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നത്, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് കൃപ തോന്നിയത്, തൻ്റെ പുത്രനെ തകർത്തു കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത് നമ്മെ ഈ ലോകത്തിൽ രക്ഷിച്ച് ഈ ലോകത്തിൽ വിട്ടേച്ചു പോകാനല്ല, വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാ ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ വചനം കേൾക്കുമ്പോഴും എല്ലാ ദിവസവും നമുക്ക് ശോധന ചെയ്യാം ദൈവത്തോടെ. ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാം, നാം ഇപ്പോഴും വിശ്വാസത്തിലിരിക്കുന്നുവോ, ക്രിസ്തു നമ്മൾ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ശോധനം ചെയ്യാം. കൊരിന്തിലെ ചിലര് വിശ്വാസത്തിലിരിക്കുന്നില്ല എന്ന് അവരെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അവിടെ എല്ലാം നടക്കാൻ ലോകത്തിന്റെ ആത്മാവാണ് അവരിലെല്ലാം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാവരിലുമല്ല ചിലരിൽ മാത്രം. ഒരു സമ്മിശ്ര ജാതി അവരുടെ ഇടയിൽ എന്നും ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും എന്നും ഒരു സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് പൗലോസ് 1-ാം നൂറ്റാണ്ടിലല്ലേ അവർ ഈ ആദ്യം ക്രിസ്തു, വർഷങ്ങൾ അധികം പോലും ആയിട്ടില്ല, 30-50 വർഷങ്ങൾക്കിടയ്ക്ക് തന്നെ ഈ ലേഖനങ്ങളൊക്കെ എഴുതി വെച്ച് ക്രിസ്തുവിന്റെ മരണശേഷം അത്രയും വർഷങ്ങൾക്ക് അകത്ത് തന്നെ എഴുതിയ ലേഖനങ്ങളാ മുഴുവനും. ആ സമയത്ത് പോലും അവരുടെ ഇടയിൽ ദുരുപദേശങ്ങൾ കടന്നു കയറുവാനും അനേകർ തെറ്റിപ്പോവാനും ഇടയായി തീർന്നു. അപ്പോൾ പൗലോസ് നമ്മൾ അവിടെ കാണുന്ന കൊരിന്തിൽ നടന്നത് ദൈവ ശുശ്രൂഷകന്മാരെ ചോദ്യം ചെയ്യുവാനായിട്ട് ഇടയായി കിടന്നു. അത് ദൈവത്തിന്റെ ആത്മാവാണോ? അത് ലോകത്തിന്റെ ആത്മാവാണ്. സാത്താൻ താനും വിളിച്ച ദൂതനെ പോലെ അവിടെ. അപ്പൊ ആ ദൈവം വച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥയെ പോലും ചോദ്യം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പൗലോസിലൂടെ ക്രിസ്തു സംസാരിക്കുന്നു. പൗലോസ് ക്രിസ്തുവിലാണോ പറയുന്നത്? സ്വന്തം അഭിപ്രായമാണോ പറയുന്നത്? തന്നെത്താൻ വിളിച്ചു പറയുകയാണോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു, പൗലോസ് ഊവോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞ ഊ എന്നൊക്കെ അർത്ഥം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അപ്പം അവരോട് പറയുകയാണ്, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവിൻ. നിങ്ങൾ വിശ്വാസത്തിലിരിക്കും, നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവിൻ. ഒരു വിശ്വാസിക്ക് ചേരുന്ന ജീവിതമല്ല നിങ്ങളുടേത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ശോധന ചെയ്ത് നിങ്ങൾ വചനത്തിനനുസരിച്ച് നിങ്ങളെ തന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി മുമ്പോട്ട് വരിക എന്നാണ് അവരോട് പറയുന്നത്. പിന്നെ പറയുന്നു, നിങ്ങൾ കൊള്ളരുതാത്തവർ എന്ന് വരികൾ എന്ന് വെച്ചാൽ നിങ്ങൾ വ്യാജർ അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ? അപ്പം ക്രിസ്തു നിങ്ങളിലുണ്ടോ? ഓരോരുത്തരും കൊരിന്ത്യരോട് ചോദിച്ചതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തികളും ക്രിസ്തുവിനും ദൈവത്തിന്റെ വചനത്തിനും അനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിൽ നാം ജീവനുള്ളവരാണ്. മരിച്ചവർ ജീവിച്ചിരിക്കുന്നവർ എന്ന് പേരുണ്ടെങ്കിലും നമ്മള് പലപ്പോഴും മരിച്ചവരായി തീരാറുണ്ടല്ലേ. അപ്പം ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം ജീവനുള്ളവരായി തീരത്തുള്ളൂ. റോമാലേഖനം 8:11 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവാ നമ്മൾ വസിക്കുന്നത് അല്ലെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ട ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്ന നിശ്ചയം. ആത്മാവിന്റെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഓരോ ദിവസവും നമ്മൾ ശോധന ചെയ്യണം. ആത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് ജീവിക്കും. റോമാലേഖനം 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് എന്നും അതുപോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ ആയിത്തീരണം. അപ്പൊ പൗലോസ് അവരോട് പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു, നിങ്ങളെ തന്നെ നോക്കുവിൻ, നിങ്ങളെ തന്നെ പരിശോധിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യും. ദൈവജനം നമ്മളോടും പറയുന്നു, നമ്മെ തന്നെ ശോധന ചെയ്യുവിൻ, പരിശോധിപ്പിൻ, ക്രിസ്തു നമ്മളുണ്ടോ?
ഓക്കെ, 6-ാമത്തെ വാക്യം. ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ, നിങ്ങൾ ക്രിസ്തു ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ, ഇപ്പോഴും ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു എന്ന് ഉണ്ടെങ്കിൽ, ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ അവര് ലോകത്തിന്റെ ആത്മാവിലൂടെ നോക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ കൊള്ളാവുന്നവനല്ല എന്ന് തോന്നുന്നത്. അതുകൊണ്ട് അവരോട് പറയാം, ക്രിസ്തുവിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ നിങ്ങളുടെ പരാജയം നിങ്ങൾക്ക് ബോധ്യപ്പെടും. ലോകത്തിന്റെ കണ്ണിലൂടെയാണ് നിങ്ങൾ എന്നെ ഇപ്പോൾ അളക്കുന്നത്. അപ്പം നിങ്ങള് വചനത്തിന്റെ ദൃഷ്ടിയിലല്ല, ക്രിസ്തുവിലൂടെ നിങ്ങളെ ഒന്ന് ശോധന ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. പലപ്പോഴും യഥാസ്ഥാനപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്താ? മനസ്സിലാകുന്നില്ല. നമ്മൾ തന്നെ വലിയവരാണെന്ന് ചിന്തിക്കുക, നമ്മൾ വിവേകികളാണെന്ന് ചിന്തിക്കുക, മറ്റുള്ളവർ വിവരമില്ല എന്ന് ചിന്തിക്കുക. നമ്മള് എന്നുവെച്ചാൽ പഫ്ഡപ്പ് ആയിപ്പോയി. ആ ഒരു താഴ്മയില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്തത്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത്, നാം ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെന്ന് പൗലോസ് അവരോട് പറയുക. ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളും ക്രിസ്തുവിലാണ് എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. എല്ലാ കാലത്തും സഭയിൽ ഉണ്ടായിരുന്ന അത് തന്നെയാണ്. റോമാലേഖനം 16-ന്റെ 17-ഉം 18-ഉം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 16-ന്റെ 17-ഉം 18-ഉം. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവീൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർ ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ നടത്തുന്നവരാണ്. അല്ലെ, അവരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അത് ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആയിരിക്കില്ല. നമ്മളുടെ ഓരോ പ്രസംഗങ്ങളും ക്രിസ്തുവിനെ ഉയർത്തുന്നതായിരിക്കണം. ക്രിസ്തുവിനെ ഉയർത്തുന്ന പ്രസംഗങ്ങൾ മാത്രമേ ദൈവത്തിൽ നിന്നുള്ളൂ. നമ്മെ വലിക്കുന്നത് വലിക്കുന്നതെങ്കിൽ, ഓരോ പ്രസംഗവും നമ്മളെ ലേക്ക് നയിക്കുന്നതെങ്കിൽ അത് ക്രിസ്തുവിന്റെ വചനമായിരിക്കില്ല. ക്രിസ്തുവിന്റെ ആത്മാവല്ല അവരിൽ വസിക്കുന്ന, ലോകത്തിന്റെ ആത്മാവാണ്. അങ്ങനെ വിവേചിക്കണം. വിവേചിച്ചു മാത്രമേ നമ്മൾ മുമ്പോട്ട് പോകേ. നമ്മളൊക്കെ അനേകം മീഡിയയിലൂടെ അനേകം വചനങ്ങൾ കേൾക്കുന്നവരാ. അത് കേൾക്കുമ്പോ ആ വചനം നമ്മെ ക്രിസ്തുവിലേക്കാണോ നയിക്കുന്നത് നാം നോക്കുക. വചനം ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ സംസാരിക്കുന്ന നമ്മളും എപ്പോഴും ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. വചനം ശോധന ചെയ്യപ്പെട്ടതാണ്, വചനത്തെ ശോധന ചെയ്യല്ല. കേൾക്കുന്ന വചനം ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നതാണോ എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. ജോസി ബൈബിൾ പറയുന്നത് നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ഞങ്ങളുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്താ പൗലോസിന്റെ പ്രാർത്ഥന? കൊരിന്തിലെ വിശ്വാസികൾ നന്മ പ്രവർത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം പ്രവർത്തിക്കുന്ന തിന്മയാ. അപ്പോസ്തലന്മാരെ ചോദ്യം ചെയ്യുന്നത് മുതൽ ദുർനടപ്പ്, ഭിന്നത, അങ്ങനെ എല്ലാ കാര്യങ്ങളും തിന്മയാ പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് മാറി മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. അതിനുവേണ്ടി പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ലേഖനം എഴുതുക മാത്രമല്ല, അവരുടെ ഇടയിൽ 2 പ്രാവശ്യം പോയത് മാത്രമല്ല, അവർക്ക് വേണ്ടി നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാണ് കാണുന്നത്. പൗലോസ് ജാതികളായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്റെ സഹോദരന്മാർക്ക് വേണ്ടിയും. അത് തന്നെയാണ് പൗലോസ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് എവിടെ ചെന്നാലും, ജാതികളുടെ ഇടയിലാണെങ്കിലും തന്റെ സ്വന്തം സഹോദരന്മാരുടെ യഹൂദന്മാരുടെ ഇടയിലാണെങ്കിലും പൗലോസിന് എപ്പോഴും പീഡനങ്ങളും പ്രതികൂലങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. റോമാലേഖനം 9-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും നമുക്ക് ഇത് തന്നെയാണ് കാണുവാൻ കഴിയുന്നത്. ഇന്ന് വായിക്കാം. 9-ന്റെ 2ഉം 3ഉം അതുപോലെ തന്നെ 10-ന്റെ 1 ഞാൻ ഇന്ന് വായിക്കാം. യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ മനസ്സ്. 9-ന്റെ 2. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു.
ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. 10:1 സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചിയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. ഏത് വിധത്തിലെങ്കിലും അവർ രക്ഷിക്കപ്പെടണം. ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്റെ സ്വജാതിക്കാർക്ക് സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെയെങ്കിലും ദൈവത്തിങ്കിലേക്ക് നേടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് നേടുക, അത് തന്നെയായിരുന്നു കൊരിന്ത്യരെ ദൈവത്തിങ്കിലേക്ക് നേടുക. ഇത്രത്തോളം കഷ്ടപ്പെട്ട് കൊരിന്ത്യർ 2 പ്രാവശ്യം പോയി, അവർക്ക് ലേഖനം എഴുതി, ഇതെല്ലാം പൗലോസ് ചെയ്ത് അവരെ ദൈവത്തിങ്കിലേക്ക് നേടുക. ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ലേഖനം എഴുതുന്നതോട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിനെയാണ് കാണുന്നത്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പൗലോസിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ മതി. നമ്മളെ പറ്റി ആരെങ്കിലും തെറ്റ് വിചാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം പറയായിരിക്കും, കർത്താവേ അത് ശരിയാണെന്ന് അവർക്ക് തോന്നണേന്ന്. പൗലോസ് അങ്ങനെയല്ല പറഞ്ഞത്, ഞങ്ങൾ കൊള്ളാത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നിയാലും ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ കൊള്ളരുതാത്തവരല്ലാന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ കൊള്ളരുതാത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തന്നെയും അത് നിങ്ങൾ അങ്ങനെ നല്ലവരാണെന്ന് തോന്നണമെന്നൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കൊള്ളാവുന്നവരായിത്തീരണം ആണ് പൗലോസിന്റെ ആവശ്യം. ആ കൊരിന്ത്യരുടെ മനസ്സിൽ പൗലോസ് കൊള്ളരുതാത്തവൻ നല്ലവൻ അല്ല എന്ന് തോന്നുമെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിന്റെ അഭിപ്രായത്തെ മാറ്റാനൊന്നും പൗലോസ് ആഗ്രഹിക്കുന്നില്ല. അവര് കൊള്ളാവുന്നവരായി തീരണം, അവര് നല്ലവരായി തീരണം, നല്ല മനസ്സുള്ളവരായി തീരണം. ആ ഒരു ആഗ്രഹമാണ് പൗലോസിന്റെ പ്രാർത്ഥന. അവര് നല്ലതാകുന്നതിന് വേണ്ടി. പൗലോസിനെ പറ്റി നല്ലത് അവർ ചിന്തിക്കുന്നില്ല. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് മാറ്റണമെന്നും പൗലോസ് ആഗ്രഹിക്കണമൊന്നുമില്ല. അതിനേക്കാൾ ഉപരിയായി അവര് നല്ലവരായി തീരണം, അവര് നന്മ ചെയ്യണം, അവര് തിന്മ പ്രവർത്തിക്കരുത്, അവര് ദോഷം പ്രവർത്തിക്കരുത്, അവര് ദൈവത്തിന് വിരോധമായി ഒന്നും പ്രവർത്തിക്കരുത്. അത് തന്നെയാണ് പൗലോസിന്റെ ആഗ്രഹം. അതിനുവേണ്ടി പൗലോസ് അവർക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൗലോസ് ഇപ്പം 8 വിട്ടുപോയി. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി പൗലോസ് പറയുക, ദൈവികമായ സത്യത്തിനെതിരായി ഞങ്ങൾ ഒന്നും പ്രവർത്തിക്കുകയില്ല. ഞങ്ങൾ ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. കൊരിന്ത്യരുടെ കാര്യത്തിൽ മിക്കവാറും എല്ലാ കാര്യത്തിലും അവർ കോംപ്രമൈസ് ആയി കഴിഞ്ഞു. ലോകത്തോട് എല്ലാം, അവരുടെ ഇടയിലുള്ള ഉപദേഷ്ടാക്കന്മാരോട് എല്ലാവരോടും ലോകത്തോട് ഇഴഞ്ഞു ചേർന്ന അവസ്ഥയിലാണ് പൗലോസ് പറയും, സത്യത്തിന് വിരോധമായി ഞങ്ങൾ ഒന്നും സംസാരിക്കില്ല. സത്യവചനത്തിനും ക്രിസ്തു വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനും എതിരായി ഞങ്ങൾ ഒന്നും സംസാരിക്കുകയില്ല. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ. സത്യമായത് മാത്രമേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ. 9-ാമത്തെ വാക്യം. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവര് പറയുന്നു പൗലോസ് ബലഹീനനാണ്. പൗലോസ് പറയുക, ഞങ്ങൾ ബലഹീനരാണ്, നിങ്ങൾ ശക്തരാണ്, അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, ഞങ്ങളെ സന്തോഷിക്കുന്നു. 1-ാം ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിൽ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്വക്കൾ, ഞങ്ങൾ മാനഹീനർ. അങ്ങനെയൊക്കെയാ പൗലോസ് പറയുന്നത്. ഈ ലോകത്തിന്റെ ചവറായും സകലത്തിന്റെ അഴുക്കായും ഞങ്ങൾ തീർത്തിരിക്കുന്നതൊക്കെ 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അവര് തന്നെ ശക്തരാണെന്ന് ചിന്തിക്കുക, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങള് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാലും കുഴപ്പമില്ല. ഞങ്ങളെ കുറിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളെ കുറിച്ചുള്ള മനസ്സ് മാറണമെന്നൊന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അത് ആസ്ഥാനപ്പെട്ടു വരണം, നിങ്ങളെ തിരിച്ചു വിശ്വാസത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവേൻ. അപ്പം അവരുടെ കുറ്റം അവരെ തന്നെ ശോധന ചെയ്താൽ മാത്രമേ അവരുടെ കുറ്റവും കുറവും ഒക്കെ അവരിലുള്ളത് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ, അല്ലേ? കുറ്റം മനസ്സിലാക്കി അവരെ, അല്ലെങ്കിൽ അവരുടെ കുറവ് മനസ്സിലാക്കി, അവരുടെ തെറ്റ് മനസ്സിലാക്കി അവര് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക. യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക്, ആത്മീകമായ ഒരു പക്വതയിലേക്കായി തീരുക, ആത്മീകമായി വളരുക, പഴയതിലേക്ക് തിരിച്ചു വരിക. അവര് ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായിരുന്നു, അല്ലെ? അപ്പൊ പഴയതിലേക്ക് തിരിച്ചു വരിക, യഥാസ്ഥാനപ്പെടുക. സ്ഥാനം തെറ്റിയിരിക്കുന്നു, തിരിച്ചു വരിക, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരിക.
കർത്താവായ യേശുക്രിസ്തു എഫെസോസിലെ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ പറയുന്നുണ്ട്, ചാവാറായ ശേഷിപ്പുകളെ നേരെയാക്കുവിനെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു തിരിച്ചു വരിക, ഏതിൽ സ്ഥാനം തെറ്റിയോ, ഏതിൽ തെറ്റിപ്പോയോ എന്ന് വിചാരിച്ച് അനുതപിച്ച് മടങ്ങി വരിക, അവരോട് യഥാസ്ഥാനപ്പെടുത്തുക. അവരുടെ യഥാർത്ഥ അവസ്ഥ നമുക്കറിയാമല്ലോ. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ. 1 കൊരിന്ത്യർ 1 അവരായിരുന്ന അവസ്ഥ, യഥാർത്ഥ അവസ്ഥയല്ല, ആയിരുന്ന അവസ്ഥ. 1 കൊരിന്ത്യർ 1:4, 5, 6 വാക്യങ്ങളിൽ വായിക്കാം. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്നത് പോലെ. ഒന്നാമത് അവരുടെ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരുന്നു. അവനിൽ സകലത്തിലും, വിശേഷ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും നിങ്ങൾ സമ്പന്നരായിരുന്നു. സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും അവർ സമ്പന്നരായിരുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഒരു കൃപാവരത്തിലും കുറവുമില്ല, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നു. ഈ ലോകത്തിന്റെ ഒന്നിനു വേണ്ടിയല്ല അവർ കാത്തിരിക്കുന്ന, ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നവരെങ്ങനെയാ? വിശുദ്ധിയോടും നിർമ്മലതയോടും കൂടി ആയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലായിരിക്കുകയായിരുന്നു അവരുടെ യഥാർത്ഥ അവസ്ഥ. അതായിരുന്നു. അതിലേക്ക് തിരിച്ചു വരിക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ഉയർപ്പിന് ശേഷം നമുക്കറിയാം, ശിഷ്യന്മാരെല്ലാം തിരിഞ്ഞു പോയി അല്ലെ. പത്രോസും കൂടെയുള്ളവരൊക്കെ എന്തിനു പോയി? മീൻ പിടിക്കാനായിട്ട് പോയി. അവരുടെ പഴയ പണിയിലേക്ക് പോയി. ഉയർപ്പിന് ശേഷം ആദ്യം കർത്താവ് ചെയ്തത് എന്താ? യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവരെ തിരിച്ചു വരുത്തുന്ന, യഥാസ്ഥാനപ്പെടുന്ന കർത്താവിനെ അല്ലെ. അതുപോലെ തന്നെ ആ പഴയ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. അവിടെ തിരിച്ചു വരിക, അവരെ യഥാർത്ഥ സ്ഥാനത്താക്കുക എന്നാണ് പറയുന്നത്. അപ്പം എങ്ങനെയാണ് യഥാസ്ഥാനപ്പെടുന്നത്? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന്റെ വചനത്താൽ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം അല്ല, എല്ലാ തിരുവെഴുത്തും ദൈവശാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതായിരുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ കറക്റ്റ് ചെയ്യും. വചനത്തിന് മുകളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. അതുപോലെ തന്നെ ദൈവ ശുശ്രൂഷക്കാരെ ദൈവം സഭയിലാക്കിയിരിക്കുന്നു, തെറ്റിപ്പോയവരെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട്. എഫെസ്യർ 4:11-12. എഫെസ്യർ 4:11-12. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ട് വേണം. ഓരോരുത്തരുടെ യഥാസ്ഥാനത്തിന് വേണ്ടി ആണ് സഭയിൽ ശുശ്രൂഷകന്മാരെ, അധികാരസ്ഥന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കഷ്ടതയാൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. ആദ്യം പറഞ്ഞു, ദൈവത്തിന്റെ വചനത്താൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. അപ്പോസ്തലന്മാരെയും ദൈവ ശുശ്രൂഷക്കാരെ ദൈവം സഭയിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കഷ്ടങ്ങൾ, നാം കടന്നു പോകുന്ന കഷ്ടങ്ങളിലൂടെ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ഇടയാക്കും. 1 പത്രോസ് 5:10. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. നമ്മൾ കടന്നു പോകുന്ന ദൈവം കടത്തിവിടുന്ന ബാലശിക്ഷകൾ, നാം കടന്നു പോകുന്ന കഷ്ടതകൾ നമ്മെ യഥാസ്ഥാനപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ തന്നെ നാം വിശ്വാസത്തിൽ വളരുവാൻ അന്യോന്യം പ്രാർത്ഥിക്കണം. സഹോദരങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് മാറിപ്പോയെന്ന് കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് നമുക്ക് തെസ്സലോനിക്ക ലേഖനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. വായിക്കാം. 1 തെസ്സലോനിക്ക 3:10. അവരുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനായി രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിനെയാണ് കാണുന്നത്. 1 തെസ്സലോനിക്ക 3:10. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അന്യോന്യം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. കർത്താവായ യേശു ക്രിസ്തു ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പേ ശിഷ്യന്മാരോട് പറഞ്ഞത്, സത്യത്തിന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കും, ദൈവം അയക്കും എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16:8-13 വാക്യങ്ങൾ ഞാൻ വായിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 16:8-13. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. 13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. യഥാസ്ഥാനപ്പെടുത്തുന്ന വഴികൾ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരെ ലേഖനത്താൽ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ചെയ്തത്. കർത്താവിന്റെ വചനത്താൽ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. അതുപോലെ തന്നെ ശുശ്രൂഷകന്മാർ, ദൈവവചനം സംസാരിക്കുന്നവർ ദൈവത്തിങ്കിലേക്ക് വരുവാൻ യഥാസ്ഥാനപ്പെടുവാൻ കാരണമായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, കഷ്ടതകളെല്ലാം നമ്മെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ യഥാസ്ഥാനപ്പെടുത്തുവാൻ കാരണമാണ്. അന്യോന്യം വിശുദ്ധന്മാരുടെ പ്രാർത്ഥന യഥാസ്ഥാനപ്പെടുത്തുവാൻ കാരണമായി തീരും. അതുപോലെ പരിശുദ്ധാത്മാവും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു. ഓക്കെ, നമുക്ക് 10-ാമത്തെ അവരോട് പറയുകയാണ്, നിങ്ങൾ യഥാസ്ഥാനപ്പെടുക. അതാണ് പൗലോസിന്റെ പ്രാർത്ഥന എന്ന് പറയാം. അവർ യഥാസ്ഥാനപ്പെടുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു. സ്പീഡിൽ പോകാം, നമുക്ക് ഇന്ന് ഈ ലേഖനം തീർക്കണം. ഓക്കെ, 10-ാമത്തെ വാക്യം. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാൻ അത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തു നിന്ന് ഇത് എഴുതുന്നു. അതുകൊണ്ട് അതു നിമിത്തം, ഏത് നിമിത്തം? നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. അപ്പം നിങ്ങൾ യഥാസ്ഥാനം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ ചീർത്തിരിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ ഞാൻ ദുഃഖിക്കുവാൻ കാരണമായി തീർന്നു. ഞാൻ സന്തോഷത്തോടുകൂടിയല്ല നിങ്ങളുടെ ഇടയിൽ നിന്നും പോയിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ലെറ്റർ നിങ്ങൾക്ക് എഴുതുകയാണ്, നിങ്ങൾ യഥാസ്ഥാനപ്പെടണം. അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്ത് നിന്ന് എഴുതുന്നു. ഇപ്പം ദൂരത്ത് നിന്ന് എഴുതുക. മക്കതോന്യയിൽ നിന്നാ പൗലോസ് ലെറ്റർ അവർക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ ആലോചന താൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ഇടിച്ചു കളവാനല്ല, അപ്പോസ്തലന്മാർക്ക് ഇടിച്ചു കളവാനും അല്ലെ വിശുദ്ധന്മാർക്ക്, ദൈവ ശുശ്രൂഷകന്മാർക്ക് ഇടിച്ചു കളവാനും പണിവാനുമുള്ള അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലെ. അവർ സംസാരിക്കുന്ന വചനത്തിലൂടെ, ദൈവവചനമാണ് അത് ചെയ്യുന്നത്. അവരിലൂടെ വചനം സംസാരിക്കുമ്പോൾ ഇടിച്ചു കളയുകയും പണിയപ്പെടുകയും ഒക്കെ ചെയ്യുവാനായിട്ട് ഇടയായി തരുന്നു. അപ്പം ഇനി അങ്ങനെയുള്ള അധികാരം അല്ലെ, നിങ്ങളെ ഹാർഷായിട്ട്, നിങ്ങളോട് ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴേ യഥാസ്ഥാനപ്പെടുക. ഞാൻ ഈ പറയുന്ന വചനത്തിലൂടെ, ഞാൻ ലെറ്ററിലൂടെ നിങ്ങൾ തിരിച്ചു വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ കാണുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. ഇന്നും ദൈവത്തിന്റെ വചനം നമ്മെ പണിതുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും കേൾക്കുന്ന വചനം നമ്മെ പണിതുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയാണ് ഇടിച്ചു കളയുക, പണിയുക എന്നുള്ള ഒരു അധികാരം ദൈവം കൊടുത്തിരിക്കുന്നു. ഇരമ്യാവിനെ വിളിച്ചപ്പോൾ നമുക്കറിയാം, ഇരമ്യാവിനോട് എങ്ങനെയാ പറഞ്ഞു? ഒരു യൗവനക്കാരനായിരുന്ന ഇരമ്യാവ് പറഞ്ഞു, എനിക്ക് ശക്തിയൊന്നും ഇല്ല, ഞാൻ ബാലനാണെന്നൊക്കെ പറഞ്ഞപ്പം ദൈവം പറയുക, നിന്റെ ഒരു കഴിവല്ല, അല്ലെ നിന്റെ ഒരു അവസ്ഥയല്ല, ദൈവത്തിന്റെ വചനം, ഞാൻ എന്റെ വചനം നിന്നിൽ തരികയാണ്. അതിന് ഇടിക്കുവാനും പൊളിച്ചു കളയുവാനും പണിയുവാനും ഒക്കെയുള്ള അധികാരമുണ്ട്. ഒന്ന് വായിച്ചിട്ട് പോകാം. ഇരമ്യാവ് 1:9-10 വാക്യം അറിയാവുന്നതാണല്ലോ. ഇരമ്യാവ് 1:9-10. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യിരെമ്യാവ് വലിയ ആളൊന്നും ആയിരുന്നില്ല, ചെറിയൊരു ബാലനായിരുന്നു അല്ലെ, യൗവനക്കാരനായിരുന്നു. ആ യൗവനക്കാരനായ ആളിനെ, ഒരു ബാലനെ ദൈവം ശക്തിയായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പം അവിടെ കാണുന്ന യൗവനക്കാരന്റെ ചെറിയ ബാലിശമായ വാക്കുകളൊന്നും അല്ല അവിടെ ഉണ്ടായിരുന്നത് അല്ലെ. ഇരമ്യാവിന്റെ പ്രവചനം വായിക്കാൻ നമുക്കറിയാം, അവിടെ നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളയുവാനുമുള്ള വചനത്തെ ദൈവം കൊടുക്കുക. അപ്പോ ദൈവത്തിന്റെ വചനമാണ് ഇടിച്ചു കളയുകയും പണിയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ യഹൂദജനം എന്നിട്ട് മാനസാന്തരപ്പെട്ടോ? യെശയ്യാവും ഇരമ്യാവും നമ്മള് യെഹെസ്കേലിന്റെ പ്രവചനവും ഒക്കെ കാണുമ്പം എത്ര പേര് മാനസാന്തരപ്പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആരും മാനസാന്തരപ്പെട്ടില്ല അല്ലെ. ഇതും അങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്, നമ്മുടെ തലമുറയിൽ ഇങ്ങനെയൊക്കെയാ സംഭവിക്കുന്നത്. യഹൂദജനം മനസ്സ് മടുത്ത് അല്ലെ, മനസ്സ് എന്താ പറയുക, ഹൃദയം തഴമ്പിച്ചിരിക്കുക. അവരെ മാനസാന്തരപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാ. പുതിയ വിശ്വാസികളെ പഠിപ്പിക്കാൻ എളുപ്പം. ഇപ്പോഴത്തെ കാലത്തും അതൊക്കെ തന്നെയാ. കേട്ട് തഴമ്പിച്ചവരെ
പഠിപ്പിക്കാൻ ഭയങ്കര പാടാ. പഠിച്ചു വെച്ചിരിക്കുന്ന സാധനം വെളിയിലോട്ട് കളയുവാനായിട്ട് ഭയങ്കര പാടാ. അപ്പം കൊരിന്ത്യയിലെ വിശ്വാസികൾ കടന്നുകൂട്ടിയ ദുരുപദേശങ്ങൾ അവരെ മനസ്സ് തഴമ്പിക്കുന്നവരായി തീരണം. അപ്പം പൗലോസ് പറയുക, ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒന്നിന്റെയും പൗലോസ് അപ്പോസ്തലനും 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ എഴുതിയതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വാക്യം പറയാനായിട്ട് കഴിയും. 13:10. അത് നിമിത്തം ഞാൻ വന്നെത്തി ഇടിച്ചു കളവാനുള്ള പണിവാനത്രേ കർത്താവ് എന്ന അവരെ ഒന്ന് ഇടിച്ചു കളയുമ്പം അവരെ ഒന്ന് പണിയണം അല്ലെ, അതിന്റെ അവരെ പണിയണം. അതായിരുന്നു ഈ കൊരിന്ത്യ ലേഖനത്തിന്റെ മുഴുവനുള്ള ആ ഒരു ഗോള് തന്നെ അതാണ്. അവരെ പണിയണം, അവരെ യഥാസ്ഥാനപ്പെടുത്തണം അല്ലെ. അങ്ങനെ അവരെ പണിയണം. അവരോട് പറയുക, തിരിച്ചു വരിക. ഞാൻ സൗമ്യതയിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ എഴുതുന്നത്, നിങ്ങള് തിരിച്ചു വരിക. 11-ാമത്തെ വാക്യം. ഇനി 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങള് അവസാന വാക്യങ്ങൾ, ലേഖനത്തിന്റെ കൺക്ലൂഷൻ ആണ്. നമുക്കത് വായിക്കാം. 11-ാമത്തെ വാക്യം. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏകമനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടെ ഇരുപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അവസാനത്തെ വചനങ്ങളാ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങളുടെ വഴികളെ നേരെയാക്കുക അല്ലെ. വല നന്നാക്കുന്നത് പോലെ നിങ്ങളുടെ വഴികളെ നേരെയാക്കുക. ഇവിടെ 6 പ്രബോധനങ്ങളായി ഒരു വാക്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സന്തോഷിപ്പിൻ, ലിവ് ഇൻ ഹാർമണി, അന്യോന്യം സന്തോഷമുള്ളവരായിരിപ്പിൻ. അവര് സന്തോഷമില്ല, സഹോദരങ്ങൾ തമ്മിൽ പിണക്കമാണ് അല്ലെ. 1-ാമത്തെ ലേഖനത്തിൽ തന്നെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളെ എനിക്ക് അറിവിട്ടിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്ന പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടോ. തുടർന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ സാധാരണ മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലേ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സന്തോഷിപ്പീൻ, അന്യോന്യം സന്തോഷമായിരിപ്പീൻ. 2-ാമത്, യഥാസ്ഥാനപ്പെടുവീൻ, തിരിച്ചു വരിക, വല നന്നാക്കുന്നത് പോലെ നിങ്ങളുടെ വഴികളെ നന്നാക്കുക, തിരിച്ചു വരിക അല്ലെ. 3-ാമത് പറയുന്ന ആശ്വസിച്ചുകൊള്ളുവീൻ, അന്യോന്യം ആശ്വസിപ്പീൻ. ഒരുത്തൻ റോമാലേഖനം പറയുന്നുണ്ട്, ഒരുത്തൻ വിട്ടുപോയാൽ, റോമാലേഖനമല്ല, ഗലാത്യ ലേഖനം പറയുന്നുണ്ട്, ഒരുത്തൻ തിരിഞ്ഞു ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങൾ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തുവിൻ എന്ന് പറയുന്നുണ്ടല്ലേ. ഒരു സഹോദരൻ വേറിട്ട് പോയാൽ അവനെ, ബലഹീനനെ സമാധാനപ്പെടുത്തുവിൻ, യഥാസ്ഥാനപ്പെടുത്തുവിൻ, അന്യോന്യം കൈത്താങ്ങലായി തരുവിൻ, അന്യോന്യം ഭാരങ്ങളെ ചുമപ്പിൻ. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. ഇനി അടുത്തത് 4-ാമത്തെ, ഏക മനസ്സുള്ളവരായിരിപ്പീൻ, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കുക. ഏക മനസ്സ്, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരുന്നാൽ മാത്രമേ അന്യോന്യം ഒരേ മനസ്സുള്ളവരായിരിക്കാനായിട്ട് കഴിയുകയുള്ളൂ അല്ലെ. ക്രിസ്തുവിന്റെ മനസ്സ്, എല്ലാവർക്കും ക്രിസ്തുവിന്റെ മനസ്സുണ്ടെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ ചിന്തിക്കുകയും എല്ലാവരും ഒരുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. റോമാലേഖനം 15-ന്റെ 5ഉം 6ഉം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിരിക്കണമെന്ന് പറയാം. റോമാലേഖനം 15-ന്റെ 5ഉം 6ഉം. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരേ വായനയിൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി ഏക ചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. ഏക ചിന്തയോടിരിപ്പാൻ ദൈവമാണ് കൃപ നൽകുന്നത്. പക്ഷെ നാമും നമ്മെ തന്നെ ദൈവഗതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക, അതേ ഉള്ളൂ. അവരോട് ക്രിസ്തുവിന് അനുരൂപമാകണം, ആ ഒരേ ചിന്തയോടിരിക്കണം. ക്രിസ്തുവിൽ ഏക ചിന്തയോടുള്ളവരായിരിപ്പിൻ എന്ന് നമ്മൾ ഫിലിപ്പി ലേഖനത്തിലും കാണുന്നുണ്ടല്ലേ. 5-ാമത്, സമാധാനത്തോടെ ഇരിപ്പിൻ, തമ്മിൽ ഭിന്നത ഇല്ലാതിരിപ്പിൻ, എല്ലാവരോടും സമാധാനം ആചരിപ്പിൻ. അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായിരുന്നു, ഒന്നും ഞാൻ വായിക്കുന്നില്ല, നമുക്ക് സമയമില്ല, മുമ്പോട്ട് പോകാം. 1-10 പറയുന്നു. 1-10, 1 കൊരിന്ത്യർ 1-10, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുക, നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിൽ ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഏക ചിന്തയുള്ളവരായിരിപ്പിൻ, ഏക മനസ്സോടെ ആയിരിപ്പിൻ, ഏക അഭിപ്രായമുള്ളവരായിരിപ്പിൻ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അടുത്തത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അങ്ങനെ ചെയ്താൽ മാത്രമേ ദൈവത്തിന്റെ സമാധാനം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ അല്ലെ. എന്താ അങ്ങനെ പറയുന്നത്?
ഈ ഒരു 5-6 കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചൊൽവിൻ, ഏകമനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ആ ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതെല്ലാം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നതാ അല്ലേ? ആ ദൈവവചനം അനുസരിച്ചാലല്ല, നമ്മൾ പഠിക്കുന്നുണ്ടല്ല, പക്ഷെ നമ്മള് അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവം എങ്ങനെയാ നമ്മളോട് തിരിച്ച് സ്നേഹത്തിന്റെയും സൗമ്യതയുടെയും ആത്മാവിൽ ദൈവം നമ്മെ ആക്കി തീർക്കുന്നത്? ആ എല്ലാ ദൈവവചനവും ഒരു എങ്കിലുണ്ട്, എല്ലാത്തിനും ഒരു ക്ലോസ് ഉണ്ടല്ലേ? നമ്മൾ അങ്ങനെ ആയിരുന്നാൽ മാത്രമേ ദൈവം നമ്മോട് ഇങ്ങനെ ആയിരിക്കൂ. നമ്മളുടെ ഒരു കുറവും നോക്കാതെ ദൈവം നമ്മൾക്ക് നൽകിയൊരു കൃപ നമ്മളുടെ രക്ഷ മാത്രമേ ഉള്ളൂ. നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം ബലഹീനരായിരുന്നപ്പോൾ, നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മുടെ കുറവൊന്നും ദൈവം അന്ന് നോക്കിയില്ല. പക്ഷേ ക്രിസ്തുവിങ്കലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം എല്ലാം നോക്കും. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. കാരണം ദൈവം നമ്മെ വീണ്ടെടുത്തത് പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ട് ഒന്നുമല്ല, ക്രിസ്തു എന്ന നിർദ്ദേശവും നിഷ്കളങ്കവുമായ പുത്രന്റെ രക്തത്തിലൂടെയാ അല്ലെ? സ്വന്തം പുത്രനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അങ്ങനെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. ഈ ലോകത്തിൽ അതിനും വലുത് വല്ലതും ദൈവം നമുക്ക് തരാനുണ്ടോ? ഒന്നുമില്ല. അതുവരെ നാം ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു പാപങ്ങളും നമ്മുടെ യോഗ്യതകളും ഒന്നും ദൈവം നോക്കാറില്ല. നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മൾ നീതിമാന്മാരായിരുന്നിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്, നമ്മൾ ഗുണവാന്മാരായിരുന്നിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മൾ പാവികളാണെന്ന് ദൈവത്തിന് കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട്, നാം ബലഹീനനാണെന്ന് ദൈവത്തിന് സത്യമായിട്ട് പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പോൾ അറിയുന്നത്. നമ്മള് അശുദ്ധരും നീതികെട്ടവരും കൊള്ളരുതാത്തവരും എന്തൊക്കെ പറയാമോ അതെല്ലാം പറയുന്നവരായിരുന്നിട്ടാ ദൈവം നമ്മെ സ്നേഹിച്ചത് അല്ലെ? പക്ഷെ അത് കഴിഞ്ഞ് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാ. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നവൻ, തന്റെ വചനം നമ്മളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ വചനം അനുസരിക്കുക എന്നുള്ളത്. നമ്മളുടെ മക്കൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അനുസരിക്കാൻ അവർ ബാധ്യതപ്പെട്ടവരാ അല്ലേ? നമ്മൾ കുടുംബത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ജോലിയിലായിരിക്കുമ്പോൾ, നമ്മൾ ഏതൊരു വ്യവസ്ഥയിലായിരിക്കുന്നോ, ഏതൊരു സമൂഹത്തിലായിരിക്കുന്നോ ആ സമൂഹത്തിന്റെ കാര്യങ്ങൾ അനുസരിപ്പാൻ നമ്മൾ ബാധ്യസ്ഥപ്പെട്ടവരാ. നമ്മൾ അമേരിക്കയിലായിരിക്കുന്നവര്, കേരളത്തിലായിരിക്കുന്നവര്, ഒരു ഭരണഘടനയുണ്ടല്ലേ എല്ലാവർക്കും. ആലോചിച്ച് നോക്കിയാൽ ഒന്നും ഭരണഘടന നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ ഉണ്ടോ? ഉണ്ട്. നമ്മൾ ശിക്ഷ അതിനെ അനുഭവിക്കേണ്ടിയിരിക്കും. അതുപോലെ തന്നെ ദൈവം നമുക്കൊരു ഭരണഘടന തന്നിട്ടുണ്ട്. അതാണ്ട് ഇത്, അതിനനുസരിച്ച് മാത്രമേ നാം ജീവിക്കാവൂ. അതിനപ്പുറത്ത് പോയാൽ, പരിധിക്ക് പുറത്തു പോയാൽ ദൈവം വെച്ചിട്ടുള്ള എല്ലാ ശിക്ഷകളും നാം അനുഭവിക്കേണ്ടി വരും. പൗലോസ് പറയുകയാണ്, നിങ്ങള് എങ്ങനെ ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കത്തുള്ളൂ. തീർച്ചയ്ക്കും സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിപ്പിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ. എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. നമ്മോടും ദൈവം അങ്ങനെയാ പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ നിലനിന്നാൽ മാത്രമേ, വചനത്തിനനുസരിച്ച് നിലനിന്നാൽ മാത്രമേ, പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ മാത്രമേ ദൈവം നമ്മോട് കൂടെ ഇരിക്കത്തുള്ളൂ. ഈ ലോകത്തിൽ നമുക്ക് എല്ലാം തന്നെന്നിരിക്കാം. വീട് തന്നെന്നിരിക്കാം, കാറ് തന്നെന്നിരിക്കാം, നമുക്ക് വേണമെന്ന് എല്ലാം ജോലി ആഗ്രഹിച്ചാൽ ജോലി തന്നെന്നിരിക്കാം, സമാധാനം തന്നെന്നിരിക്കാം, നമുക്ക് രോഗസൗഖ്യം തന്നെന്നിരിക്കാം, നമ്മെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തെന്നിരിക്കാം, നമ്മെ ഉയർപ്പിച്ചെന്നിരിക്കാം. പക്ഷേ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞിട്ടും നാം ദൈവത്തിൽ നിന്ന് വിട്ടുപോയാൽ നമുക്ക് നിത്യമരണമായിരിക്കും ഫലം. ഒന്നുമില്ല. നാം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. ദൈവത്തിലേക്ക് ഓരോ ദിവസവും നമ്മെ തന്നെ ശോധന ചെയ്യുന്ന നാം വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ദൈവം എന്തിനെ എന്നെ വീണ്ടെടുത്ത് എന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം കർത്താവിന് കൃപ തോന്നിയെങ്കിൽ ആ പുത്രൻ പറയുന്ന വചനം അനുസരിക്കുക. അത് മാത്രമേ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അത് എന്നും അതെ. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരും, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ദൈവവചനം പഠിക്കുന്നവരും അനുസരിക്കുന്നവരൊക്കെ, എങ്കിലും നമ്മളെ തന്നെ ഓരോ ദിവസവും നാം ശോധന ചെയ്യാൻ, എന്നെയും ഞാൻ ഓരോ ദിവസവും ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. തന്റെ പുത്രനെ എനിക്ക് വേണ്ടി നൽകിയെങ്കിൽ
കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന ഭരണഘടനയായ ഈ ദൈവത്തിന്റെ വചനം അനുസരിക്കുക എന്നുള്ളത് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ കാര്യം നിലനിന്നാൽ മാത്രമേ, ഞാൻ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് ലോകത്തിലെല്ലാം തന്നിരിക്കാം, പക്ഷേ നിത്യജീവനിൽ നിന്ന് നമ്മൾ പോകുവാനായിട്ട്, മാറിപ്പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. നാം അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മെ തിരഞ്ഞെടുത്ത്. നമ്മളിൽ ഒരു യോഗ്യതയും ഇല്ലായിരുന്നു. നാം പാപികളായിരുന്നപ്പോൾ, ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവത്തോട് നിരപ്പില്ലാതിരുന്നപ്പോൾ, സമാധാനമില്ലാതിരുന്നപ്പോൾ ദൈവം നമ്മെ തേടി വന്നു. നാം അവനെ തേടി പോയതല്ല. നമ്മുടെ വീടിനകത്തേക്ക്, നമ്മുടെ മുറിയിലേക്ക് ദൈവം ഇറങ്ങി വന്നതല്ലേ. ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വേറെ ആരും ഇല്ലാതിരുന്ന, ജ്ഞാനികൾ ഇല്ലാതിരുന്നിട്ടോ, ബലവാന്മാർ ഇല്ലാതിരുന്നിട്ടാണോ, യോഗ്യതയുള്ളവർ ഇല്ലായിരുന്നിട്ടാണോ? ഒരു യോഗ്യതയില്ലാത്ത നമ്മെ സ്നേഹിപ്പാൻ ദൈവത്തിന് കൃപ തോന്നി. ദൈവത്തിന്റെ സമാധാനം അനുഭവിപ്പാൻ ദൈവത്തിന് കൃപ തോന്നി. ദൈവത്തിന് കൃപ തോന്നി. ദൈവത്തിന്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാം. ഓക്കെ, ഒരു വാക്യം കൂടെ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, 15 റോമാലേഖനം 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്ന സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന്റെ ആ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ കർത്താവ് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി നമ്മെ നടത്തുവാനായിട്ട് ഇടയായി തീരും. ദൈവിക സമാധാനത്താൽ നമ്മെ നിറയ്ക്കുവാനായിട്ട് ഇടക്കിടയായി തീരും. 13ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 13ഉം 14ഉം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 13ഉം 14ഉം. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുകയും. ആദ്യ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ, അവിശ്വാസികൾ തമ്മിൽ കൂടെ വരുമ്പോൾ ഒരു മാർഗം, അവർ തമ്മിൽ എന്താ പറയുന്നത്, വിഷു ചെയ്യുന്ന ഒരു മാർഗമായിരുന്നു വിശുദ്ധ ചുംബനം എന്നുള്ള ഹോളി കേസ്. അത് നിർമ്മലവും നിർവ്യാജവുമായ സഹോദര സ്നേഹത്തിന്റെ അടയാളമായിരുന്നു ആ വിശുദ്ധ ചുംബനം എന്ന് പറഞ്ഞാൽ. നിർമ്മലവും നിർവ്യാജവുമായ സ്നേഹത്തിന്റെ അടയാളമായിരുന്നു ആ ഹോളി കേസ് എന്ന് പറയുന്നത്. പൗലോസിന്റെ മിക്ക ലേഖനങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുകയും റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ആ ഒരു ബ്രദർലി യൂണിറ്റിയാണ് കാണിക്കുന്നത്, ബ്രദർലി ലവിനെയാണ് കാണിക്കുന്നത്. സഹോദര സ്നേഹത്തിന്റെ കൂട്ടായ്മയുടെ അടയാളമായിരുന്നു വിശുദ്ധ ചുംബനം എന്ന് പറയുന്നത്. 14ാമത്തെ വാക്യം. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എവിടുത്തെ വിശുദ്ധന്മാരാ? മക്കതോനിയയിലെ വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. മക്കതോനിയയിൽ ഇരുന്നാണല്ലോ പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത്. ഓൾ ദ സെയിൻസ്, ക്രിസ്തുവേ. വിശുദ്ധന്മാരാരാ? ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവര്, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഹോൾ എ കോമൺ സ്പെഷ്യൽ പർപ്പസ്. ആ സാധാരണ നിന്ന് വ്യത്യാസമായി, കോമൺ പീപ്പിൾ അല്ല, സെറ്റ് അപ്പാർട്ട് ചെയ്തപ്പെട്ടവര്, വിശുദ്ധന്മാര്, വിശ്വാസികള്, ക്രിസ്ത്യാനികള്. ഓക്കെ, വിശുദ്ധന്മാർ എല്ലാവരും. മക്കതോന്യ സഭയില് യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. ആരെയും പൗലോസപ്പോസ്തലനെ ഒഴിച്ചു നിർത്തിയിട്ടില്ല. മക്കതോന്യ സഭയിലെ എല്ലാവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഇനി അടുത്ത വാക്യം. വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. 14. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസിന്റെ യൂഷ്വൽ ഒരു ആശീർവാദമാണ് അല്ലെ അത് കാണുന്നത്. പുതിയ നിയമത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ആശീർവാദം, എല്ലാവരും ആശീർവാദം പറയുന്നത് അല്ലെ, ബ്ലെസ്സിങ് പറയുന്ന ഈ ഒക്കെ അല്ലേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹത്തെക്കാളും മുമ്പ് പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ. എന്താ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ? കർത്താവ് ആ ഒരു താൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ സമ്പന്നരാക്കുവാൻ വേണ്ടി താൻ ദരിദ്രനായി തീർന്ന കഥ അല്ലെ. കൃപ നിങ്ങൾ മറന്നു പോകരുത് എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലേ 2 കൊരിന്ത്യർ 8ാമത്തെ അധ്യായത്തിനകത്ത് അല്ലേ. ആ കർത്താവ് പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വേണ്ടി ആ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ ഇടയായി തീർന്നു അല്ലെ. ആ ഒരു കൃപ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായാ വന്നത് അല്ലെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നുണ്ട്. 1:16 അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് പറയുന്ന ഫ്രം ഹിസ് ഫുൾനെസ് ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ആ നിറഞ്ഞിരിക്കുക അല്ലെ. പിന്നെ കൊരിന്ത്യ സഭ ചീർത്തിരിക്കുക, പഫ്ഡപ്പായിരിക്കുക, അന്ന് ദുഷ്ടതയെ എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടെ കർത്താവ് കൃപ അങ്ങ് നിറഞ്ഞിരിക്കുക കർത്താവിൽ. ആ
ആ കൃപയാണ് നമുക്ക് തരുന്നത്. ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അവന്റെ നിറവിൽ നമുക്ക് ലഭിക്കുന്ന കൃപയെല്ലാം കർത്താവിന്റെ ആ ഫുൾനെസ്സിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഒരു കൃപ. ആ കൃപയാ ദൈവം നമുക്ക് ഓരോ ദിവസവും ദൈവ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമുക്ക് നൽകുന്നത്. അപ്പം ഇവിടെ നമുക്ക് തൃത്വത്തിലെ മൂന്നാളത്വങ്ങളെയും കാണുവാനായിട്ട് കഴിയുന്നു. ആദ്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ക്രിസ്തുവിന്റെ ആ കാൽവറിയിലെ ത്യാഗമാണ് നമ്മെ ആ കൃപയിലേക്ക് ആയിത്തീരുവാൻ ഇടയായിട്ടുന്നത്. ആ കൃപയിൽ നിന്ന് നമുക്ക്, ആ നിറഞ്ഞിരിക്കുന്ന കൃപയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുക ഇടയായിത്തീരും. ഇനി നമ്മള് ദൈവത്തിന്റെ സ്നേഹം, പിതാവായ ദൈവത്തിന്റെ സ്നേഹത്താൽ കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അല്ലേ? ആ ദൈവത്തിന്റെ സ്നേഹത്താൽ പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ ദൈവത്തിന് സ്നേഹം തോന്നി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന്റെ ആ വലിയ സ്നേഹം അല്ലെ? ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ നമുക്ക് ഇത്ര വലിയൊരു അവകാശം ദൈവം തന്നിരിക്കുക അല്ലെ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ആത്മാവിന്റെ കൂട്ടായ്മ. കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കുന്ന അയക്കും. എന്നാൽ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ട. അപ്പം കർത്താവിന്റെ കൃപ നമ്മളിൽ എന്നേക്കും ഉണ്ട്, പിതാവിന്റെ സ്നേഹം നമ്മളിലുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൂട്ടായ്മ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ അതാസ്ഥാനപ്പെടുവേൻ. നിങ്ങൾ അതാസ്ഥാനപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ സമാധാനമായിട്ടിരുന്നാൽ ദൈവത്തിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കും. നമ്മോടും പറയുകയാണ്, നാം ദൈവത്തിലേക്ക്, ആ ദൈവസന്നിധിയിലേക്ക് എപ്പോഴും ആയിത്തീരുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാനായിട്ട് ഇടയായിത്തീരും. അത് എപ്പോഴും നാം ഈ വചനം വായിക്കുമ്പോൾ അത് നമ്മെ ആ സ്നേഹത്തിലേക്കും ആ കൂട്ടായ്മയിലേക്കും ആ കൃപയിലേക്കുമാണ് നമ്മെ നടത്തുന്നത്. അതൊരിക്കലും വറ്റാത്ത നീരുറവയാ അല്ലെ? ആ കർത്താവിന്റെ സ്നേഹവും ആ സമാധാനവും കൃപയും ഒന്നും ഒരിക്കലും ചോർന്നു പോയിട്ടില്ല. മനുഷ്യന്റെ ഭണ്ഡാരങ്ങൾക്കൊക്കെ കുറവ് വരും, ഖജനാവുകൾക്കൊക്കെ കുറവ് വരും, ലോകത്തിന്റെ ഖജനാവുകൾക്കെല്ലാം കുറവ് വരും, രാജ്യത്തിന്റെ എല്ലാം. പക്ഷെ ദൈവത്തിന്റെ ഖജനാവിൽ ഒന്നിനും കുറവില്ല. അത് എപ്പോഴും നിറഞ്ഞ് തുളുമ്പിയായിരിക്കുന്നത്. ആകാശത്തിലെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിറയ്ക്കുവാൻ മതിയായ ദൈവമല്ലേ? സ്വർഗത്തിലെ സകല ആത്മാനുഗ്രഹത്താൽ നമ്മെ നിറച്ച ദൈവം ഇന്നും അവന്റെ കൃപയാലും സ്നേഹത്താലും കൂട്ടായ്മയാലും നമ്മെ നിറച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി റോമാലേഖനത്തിലെ നമ്മളവിടെ നിർത്തുകയാണ്. റോമാലേഖനത്തിലെ 1-3 വാക്യങ്ങൾ, 13 അധ്യായത്തിലെ 1-3 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്കിവിടെ അവസാനിക്കാം. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ ലേഖനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാം നമ്മെ ക്രിസ്തുവിലേക്ക്, കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാ അല്ലെ? നാമും ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നവരാ. നമുക്കിത് വായിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. റോമാലേഖനം 13:11 എല്ലാവരും എടുക്കാമെങ്കിൽ നല്ലത്. റോമാലേഖനം 13:11 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾക്കും വായിക്കാം, അവിടെ ഇരുന്ന് തന്നെ നിങ്ങളും വായിച്ചു. ഇത് ചെയ്യേണ്ടത് എന്തിനാ? മുകളിൽ പറഞ്ഞ സഹോദര സ്നേഹത്തെ കുറിച്ചൊക്കെയാ പറഞ്ഞത്. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമുക്ക് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയെ നടക്കാം. വെറിക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്പാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിനെ ധരിക്കാം. ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലുമായിരിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും ഇടയാക്കട്ടെ. ദൈവകൃപയാൽ നമുക്ക് 1-2 കൊരിന്ത്യർ ലേഖനങ്ങൾ പഠിക്കുവാൻ ദൈവം കൃപ തന്നു. തുടർന്നും ദൈവത്തിന്റെ കൃപ നമ്മുടെ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.